ഹായ് എവരിവൺ, വെൽക്കം ടു ഡോസ് അക്കാഡമി. ഇന്ന് നമ്മൾ PSC കെമിസ്ട്രിയിൽ MSc കെമിസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാണ്. നമുക്കറിയാം VHSC നോട്ടിഫിക്കേഷൻ വന്നു. സോ നമ്മൾ HSST കെമിസ്ട്രിയുടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. അതിൽ തന്നെ നമ്മൾ മൊഡ്യൂൾ 1 ഇനോർഗാനിക് 1ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഫോർ ഹൈഡ്രജൻ അയണൈസേഷൻ എനർജി ഈസ് ഓഫ് ദ സെയിം ഓർഡർ ആസ് ദാറ്റ് ഓഫ്. അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഹൈഡ്രജന് അയണൈസേഷൻ എനർജി ഏത് താഴെ പറയുന്ന ഏത് ഗ്രൂപ്പുകാരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽക്കലി മെറ്റൽസിന്റെ ആണോ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ആണോ, ഹാലോജനുകളുടെ ആണോ, അതോ ഇതൊന്നും അല്ലേ എന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാലോ, ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് ഗ്രൂപ്പിന് കുറച്ച് മുകളിലായിട്ടാണ് ഹൈഡ്രജൻ നാളെ പ്ലേസ് ചെയ്തേക്കുന്നത് ഇല്ലേ. അപ്പൊ ഹൈഡ്രജന് നമ്മുടെ അറ്റോമിക് നമ്പർ 1 ആണ്. അതായത് അതിനകത്ത് ഒരു ഇലക്ട്രോണേ ഉള്ളൂ അല്ലെ. ന്യൂട്രോൺ ഇല്ലാത്ത ഒരു സ്പീഷീസ് ആണ്, ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പം ഈ ഹൈഡ്രജനെ നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത് ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റൽസിന്റെ മുകളിലായിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അവരോട് ചേർത്ത് വെച്ചിട്ടില്ല, എന്നാൽ അവരോട് ആ ഒരു ഗ്രൂപ്പിന് മുകളിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. എന്നാൽ ഹൈഡ്രജൻ കുറച്ചുകൂടെ സിമിലർ പ്രോപ്പർട്ടി കാണിക്കുന്നത് ഹാലോജൻ ഫാമിലിയുമായിട്ടാണ്. സോ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ ആറ്റം ആൽക്കലി മെറ്റൽസിന്റെ ക്യാരക്ടർ കാണിക്കാത്തതെന്ന്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ വരുന്ന 1 ആണ്, ഒരു ഇലക്ട്രോണേ ഉള്ളൂ, നമ്മൾ പറഞ്ഞു. സോ അതിന്റെ കോൺഫിഗറേഷൻ 1s1 ആണ്. നമ്മളിപ്പോ ആൽക്കലി മെറ്റൽസിന്റെ ആദ്യത്തെ ഇരിക്കുന്ന ആള് ലിഥിയം ആണ്. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അതിനകത്ത് 3 ഇലക്ട്രോൺസ് ഉണ്ട്. സോ അതിന്റെ അറ്റോമിക് നമ്പർ കോൺഫിഗറേഷൻ വരുന്നത്, സബ്സ്റ്റൻ കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s1 ഇങ്ങനെയാണ് അല്ലെ. സോ 1s2 2s1 എന്നാണ് വരുന്നത്. അപ്പൊ ഇത് നോക്കി, ഇവരുടെ എല്ലാം ലാസ്റ്റ് ഷെല്ലിലുള്ള ലാസ്റ്റ് കോൺഫിഗറേഷൻ, വാലൻസ് ഷെല്ലിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റൻ ഇതെന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ആൽക്കലി മെറ്റൽസിന്റെ അടുത്ത് ഹൈഡ്രജനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഹൈഡ്രജൻ ആൽക്കലി മെറ്റൽസ് നിന്ന് കുറെ അധികം വ്യത്യസ്തമായ ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ഒന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രജന് ഹൈ അയണൈസേഷൻ എൻതാൽപ്പിയാണ്, ആൽക്കലി മെറ്റൽസിന് ലോ അയണൈസേഷൻ എൻതാൽപ്പിയാണ്. എന്താ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്? നമ്മൾ വാലൻസ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടുന്ന എനർജിയാണ് നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ ആൽക്കലി മെറ്റൽസിന് പൊതുവെ അയണൈസേഷൻ എനർജി കുറവാണ്, ഹൈഡ്രജൻ അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ്. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അയണൈസേഷൻ എൻതാൽപ്പി കൂടിക്കൊണ്ടിരിക്കും. കാരണം എന്താ? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതുകൊണ്ട് തന്നെ വാലൻസ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. സോ എന്തുകൊണ്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു? നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ലിഥിയത്തിന്റെ കേസിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ, അങ്ങ് ഫ്ലൂറിൻ വരെ നമ്മൾ നോക്കുവാണെങ്കിൽ അവരുടെ ഷെല്ലുകളുടെ എണ്ണം സെയിം ആണ്. ഓക്കെ, അതായത് KLM എന്ന് പറയുന്ന ഷെല്ലുകളുടെ എണ്ണം സെയിം ആണ്. പക്ഷെ അവരുടെ എന്താ വ്യത്യാസം വരുന്നത്? അവർക്ക് ഇലക്ട്രോണിന്റെ എണ്ണം വ്യത്യാസമായിട്ട് വരുന്നു. ഇപ്പൊ നമ്മൾ ലിഥിയത്തിന്റെ കേസ് നോക്കണം 1s2 2s1 ആണെങ്കിൽ, നമ്മൾ ഇപ്പം ഫ്ലൂറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതും? 1s2 2s2 2p 2p5 അങ്ങനെ എഴുതും അല്ലേ. അപ്പൊ നോക്കി, അങ്ങനെ എഴുതുവാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് എന്താ ഇലക്ട്രോണിന്റെ എണ്ണം കൂടുതലാണ്. അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം നമ്മൾ മുകളിൽ നോക്കുമ്പോൾ വ്യത്യാസം എന്താ? ഇലക്ട്രോണിന്റെ എണ്ണം കൂടുതലാണ്. അപ്പൊ ഈ ന്യൂക്ലിയസിനകത്തുള്ള പോസിറ്റീവ് ചാർജുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ ഈ ന്യൂക്ലിയസ് അതിന്റെ വാലൻസ് ഷെല്ലിനെ പിടിച്ചു വെച്ചേക്കുന്നത് ഭയങ്കര ഫോഴ്സ്ഫുള്ളി ആയിരിക്കും. സോ അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഉണ്ടായതുകൊണ്ട് തന്നെ 9 പോസിറ്റീവ് ചാർജും ഈ 9 ഇലക്ട്രോണുകളെ പിടിച്ചു വെച്ചേക്കുവാണ്. സോ അത്രയൊരു ന്യൂക്ലിയർ ശക്തിയെ തള്ളിക്കളഞ്ഞിട്ട് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. സോ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും സൈസ് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്, അറ്റോമിക് സൈസ് ഷ്രിങ്ക് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ്. സോ ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ ഭയങ്കര വലിയ സൈസാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ അയണൈസേഷൻ എൻതാൽപ്പി ഭയങ്കര കുറവാണ്. വാലൻസ് ഷെല്ലിൽ നിന്ന് എളുപ്പത്തിൽ അവരെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. എന്നാൽ ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഒരു ഇലക്ട്രോൺ കൂടെ പോയി കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റം തന്നെ ഇല്ലാതാവും അല്ലേ. സോ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു ഒറ്റ ഇലക്ട്രോണിനെയാണ് ആ ഒരു ന്യൂക്ലിയസ്, ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് പിടിച്ചു വെച്ചേക്കുന്നത്. സോ അത്രയും ശക്തിയോടാണ് പിടിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ആയെന്ന് വെച്ചാൽ ഭയങ്കര
എനർജി കൊടുക്കേണ്ടി വരും. സോ ഹൈഡ്രജൻ ആറ്റത്തിന് അയണൈസേഷൻ എൻതാൽപ്പി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് ഗേഷ്യസ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ഒരാളാണ് അല്ലെ. ഹൈഡ്രജൻ ഗേഷ്യസ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നു. അത് പക്ഷെ എന്നാൽ ആൽക്കലി മെറ്റൽസോ മെറ്റാലിക് സ്റ്റേറ്റിൽ, സോഡിയം, ലിഥിയം, പൊട്ടാസ്യം എല്ലാം മെറ്റാലിക് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ആറ്റം കൂടുതൽ ഉണ്ടാക്കുന്ന ഡയറ്റോമിക് മോളിക്യൂൾസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് H2 ആയിട്ടൊക്കെയാണ് കാണപ്പെടുന്നത്. എന്നാൽ ആൽക്കലി മെറ്റൽസോ മോണോ അറ്റോമിക് മോളിക്യൂൾസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം പോലുള്ള മോണോ അറ്റോമിക് മോളിക്യൂൾസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് വാലന്റ് ബോണ്ട് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആൽക്കലി മെറ്റൽസോ അയോണിക് ബോണ്ട് ആണ് പൊതുവെ ഉണ്ടാക്കുന്നത്. NaCl, KCl അങ്ങനെ കുറച്ചുകൂടെ ഒരു അയോണിക് ബോണ്ട് ഉണ്ടാക്കി അയോണിക് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ആൽക്കലി മെറ്റൽസ്. സോ നമ്മുടെ ഹാലോജന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഹാലോജന്റെ എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ നമ്മൾ ഹാലോജന്റെ പ്ലേസിൽ കൊണ്ട് വെക്കുന്നില്ല? ഹൈഡ്രജൻ ഹാലോജന്റെ കൂട്ട് അയണൈസേഷൻ എൻതാൽപ്പിയൊക്കെ കാണിക്കുന്നതെങ്കിലും ഹൈഡ്രജൻ ഹാലോജനിൽ നിന്ന് ചില വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ട്. ഹൈഡ്രേറ്റിനെ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കര കുറവാണ്. അതായത് ഹൈഡ്രേറ്റ് H- അയോണുകളെ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ് എന്ന് നമുക്കറിയാം. ഹാലോജൻ എങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്? ക്ലോറിൻ മൈനസ് ഇല്ലേ. അതുകൊണ്ട് തന്നെ ബ്രോമിൻ മൈനസ്, കൂടുതലും മൈനസ് അയോണുകൾ ഉണ്ടാക്കാനുള്ള മൈനസ് അയോൺ വരുന്ന കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ് ഹാലോജനുകൾക്ക്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജനകത്ത് ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ അവര് ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അൺപെയർഡ് ഇലക്ട്രോൺ പെയേഴ്സോ ഒന്നും അൺഷെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ പെയേഴ്സ് ഇല്ല. ഹാലോജനകത്ത് നമുക്കറിയാം അത് ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം NaCl എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ചുറ്റിനും ആ ഒരു ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ബാക്കി ഷെയർ അല്ല, ഒരു ഇലക്ട്രോണായിട്ട് ബോണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി അതിനകത്ത് അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. 3 അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ഓക്സൈഡുകളാണ് ഉണ്ടാക്കുന്നത്. ഹാലോജൻ ഉണ്ടാക്കുന്ന ഓക്സൈഡുകളെല്ലാം അസിഡിക് ഓക്സൈഡുകളാണ് ഫോം ചെയ്യുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൈഡ്രജൻ ഏത് ഗ്രൂപ്പുമായിട്ടാണ് അയണൈസേഷൻ എൻതാൽപ്പി അതിന്റെ സെയിം ആയിട്ട് വരുന്നത്? അപ്പൊ ഹലോജനുമായിട്ടാണ് അയണൈസേഷൻ എൻതാൽപ്പി സെയിം ആയിട്ട് വരുന്നത് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഹൈഡ്രജന് ഹൈ അയണൈസേഷൻ എൻതാൽപ്പിയാണ്, ഹാലോജനുകൾക്കും ഹൈ അയണൈസേഷൻ എൻതാൽപ്പിയാണ്. നോക്കാം. Which of the following is in correct order of electronegativity values in Pauling scale? Pauling scale ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂവിന്റെ കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണെന്നറിയാം. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഷെയർഡ് ഇപ്പൊ ഒരു ആറ്റവും വേറൊരു ആറ്റവും തമ്മിൽ ബോണ്ട് ഉണ്ടാക്കി, ഒരു കൊവാലന്റ് ബോണ്ട് ഉണ്ടാക്കി. ഈ കൊവാലന്റ് ബോണ്ടിനകത്ത് നമുക്കറിയാം ഷെയർ ചെയ്തിട്ടായിരിക്കും ബോണ്ട് ഉണ്ടാക്കുന്നത്. ഇപ്പൊ HCl അതിനകത്ത് രണ്ടുപേരും ഇലക്ട്രോണുകളെ പരസ്പരം ഷെയർ ചെയ്തിട്ടായിരിക്കും ആ ഒരു ബോണ്ട് ആണ് ഉണ്ടാക്കുന്നത്. ആ ബോണ്ടിനാണ് നമ്മൾ കൊവാലന്റ് ബോണ്ട് പറയുന്നത്. ഈ കൊവാലന്റ് ബോണ്ടിനകത്തുള്ള ഇലക്ട്രോണുകളെ ഒരു ആറ്റം അതിന്റെ പൊളാരിറ്റി കാരണം, അതിന്റെ ഡൈപോൾ മൊമെന്റ് കാരണം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ശക്തി കാരണം ആ ഇലക്ട്രോൺ പെയറിനെ അതിന്റെ അടുത്തോട്ട് അടുപ്പിച്ച് വെച്ചേക്കും. ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്ത് അതിന്റെ അടുത്തോട്ട് അടുത്ത് വെക്കാനുള്ള കഴിവിനെ, അതിന്റെ അടുത്തോട്ട് അടുത്ത് വെക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പോളിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഹാലജനുകളാണ് ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ട് കാണപ്പെടുന്നത്. അതായത് ഫ്ലോറിനാണ് ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്ന സ്പീഷീസ് എന്ന് പറയുന്നത്. ഹാലജനുകളെല്ലാം ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ നല്ല കൂടുതലായിട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്ന സ്പീഷീസ് ആണ്. പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകും തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു പീരിയോഡിക് ടേബിളിന്റെ ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് പോരും തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കാരണം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും സൈസ് കുറയുന്നതുമാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യാൻ കാരണം ഗ്രൂപ്പിന്റെ മുകളിൽ നിന്ന് താഴോട്ട് പോകും തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുകയാണ്. സോ നമുക്കറിയാം അവരുടെ അറ്റോമിക് സൈസ് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം ന്യൂക്ലിയസ് ആണ് ഈ ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്നത്. സോ ന്യൂക്ലിയസിന് വാലൻസ് ഷെല്ലിലെയോ ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോണിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ, ആ ഷെല്ലുകൾ കാരണം അതിന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. അതായത് അറ്റോമിക് സൈസ് കൂടുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. സോ കുറച്ച് നമ്മുടെ ആൽക്കലി മെറ്റൽസും ആൽക്കലി എർത്ത് മെറ്റൽസും ഒക്കെ കുറച്ചുകൂടി ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റലുകളാണ്.
സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റിനകത്ത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം ഫ്ലൂറിൻ എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും റൈറ്റിലിരിക്കുന്ന ആളാണ്. ഫ്ലൂറിനാണ് ഏറ്റവും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന സ്പീഷീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഭയങ്കര ഹയർ ആണ്. 4 ആണ് അതിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വരുന്നത്, ഹയസ്റ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ളവരുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മെഷർ ചെയ്യുന്നത് തന്നെ. സോ അടുത്ത് വരുന്ന ക്ലോറിൻ ആണ് 3 ആണ് കാണിക്കുന്നത്, ബ്രോമിൻ 2.8, അയഡിൻ 2.5 ആണ് കാണിക്കുന്നത്. സോ നമുക്ക് അവരുടെ ഓർഡർ നോക്കുവാണെങ്കിൽ ഫ്ലൂറിൻ ആദ്യം വരും, പിന്നെ ക്ലോറിൻ വരും, ബ്രോമിൻ വരും, അയഡിൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. According to Band theory, magnesium is an insulator. It is a transparent conductor. The reason for this is availability to fill the 3p orbital, availability of filled 3p orbital, overlapping of filled orbital 2p and 3s, overlapping of filled 3s and empty 3p orbital. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ബാൻഡ് തിയറി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ മഗ്നീഷ്യം ഒരു ഇൻസുലേറ്റർ ആണ് ആവേണ്ടത്, എന്നാൽ അതൊരു കണ്ടക്ടർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ റീസൺ എന്താ ചോദിച്ചേക്കുന്നത്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. റീസൺ എന്താന്ന് നോക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാവേ. സോ നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ബാൻഡ് തിയറി പറഞ്ഞേക്കുന്നത്? അറ്റോമിക് ഓർബിറ്റലുകൾ ക്രിസ്റ്റൽ സ്റ്റേറ്റിലോട്ട്, സോളിഡ് സ്റ്റേറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ അറ്റോമിക് ഓർബിറ്റലെല്ലാം കൂടെ ഓവർലാപ്പ് ചെയ്തിട്ട് ബാൻഡുകളായിട്ടാണ് കാണപ്പെടുന്നത്. 2 ബാൻഡുകളുണ്ട്, ഒരു കണ്ടക്ഷൻ ബാൻഡ് വരും, കണ്ടക്ഷൻ ബാൻഡും കാണും, ഒരു ബാലൻസ് ബാൻഡും കാണും. അപ്പൊ ഈ ബാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് വിളിക്കാം. ഈ ഫോർബിഡൻ ഗ്യാപ്പിനനുസരിച്ചിട്ടാണ് ആ ഒരു മെറ്റീരിയൽ ഇൻസുലേറ്റർ ആണോ, കണ്ടക്ടർ ആണോ, സെമി കണ്ടക്ടർ ആണോ എന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, മഗ്നീഷ്യത്തിന്റെ കേസ് നോക്കാം. സോ നമുക്കറിയാം മഗ്നീഷ്യത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ 1s2, 2s2, 2p6, 3s2 ഇങ്ങനെയല്ലേ വരുന്നത്. 12 ആണല്ലേ അറ്റോമിക് നമ്പർ. അപ്പം ഇത് നോക്കി, ഇതിനകത്ത് അതിന്റെ കോൺഫിഗറേഷൻ വരുന്നത് 1s2, 2s2, 2p6, 3s2 ആണ് വരുന്നത്. അതിന്റെ ബാലൻസ് ഷെൽ എന്ന് പറയുന്നത് 3s2 ആണ്. അപ്പൊ അതിന്റെ ബാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് 3s2 ആണ്. സോ ഇതെന്ന് പറയുന്നത് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള, ഇല്ലേ, കംപ്ലീറ്റഡ് ആയിട്ട് 3s2 ആണ്. അതായത് എസിൽ 2 ഇലക്ട്രോൺ ആണ് മാക്സിമം വരാവുന്നത്. കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സബ് ഷെൽ ആണ്, അല്ലേ. നെക്സ്റ്റ് അവൈലബിൾ ഓർബിറ്റൽ എന്ന് പറയുന്നത് 3s2 കഴിഞ്ഞാൽ അടുത്ത അവൈലബിൾ ഓർബിറ്റൽ എന്ന് പറയുന്നത് 3p അല്ലേ, 3p ഓർബിറ്റൽ. ഈ 3p ഓർബിറ്റലാണ് അപ്പൊ നമ്മുടെ മാഗ്നീഷ്യത്തിന്റെ കേസിൽ കണ്ടക്ഷൻ ബാൻഡ് ആയിട്ട് വരുന്നത്. അപ്പൊ അവിടെ 2 ഓർബിറ്റൽ ഉണ്ട്, 3s ഉണ്ട്, 3p ഉണ്ട്. സോ ബാൻഡ് തിയറി വെച്ച് പറയുകയാണെങ്കിൽ ഫീൽഡ് 3p ഓർബിറ്റൽ എന്ന് പറയുന്നത് 3s ഓർബിറ്റൽ എന്ന് പറയുന്നത് 3s ബാൻഡ് ആണ്. അതിനെ നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് വിളിക്കും. കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. empty 3p ഓർബിറ്റൽ എന്ന് പറയുന്നത് അത് ഒരു കണ്ടക്ഷൻ ബാൻഡ് ആണ്. അത് empty ആയിട്ടായിരിക്കും ചെയ്യുന്നത്, അതിനകത്ത് ഇലക്ട്രോണുകളൊന്നും എല്ലാം empty ആണ്. അപ്പൊ മഗ്നീഷ്യത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫിൽഡ് 3s ഉണ്ട്, empty 3p ബാൻഡും ഉണ്ട്. സോ 3s ബാൻഡ് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് വിളിക്കും, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. 3p ബാൻഡ് എന്ന് പറയുന്നത് empty ആണ്, അതിന് നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്ന് വിളിക്കും. സോ അവിടെ ഒരു ബാൻഡ് ഗ്യാപ്പ് ഉണ്ട്, പ്രസൻസ് ഓഫ് ബാൻഡ് ഗ്യാപ്പ് ഉണ്ട്. ഇനി നമ്മൾ പറയുകയാണ്, ഈ ഒരു ബാൻഡ് ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ ഒരു ഇലക്ട്രോൺ മൂവ്മെന്റ് നടക്കത്തില്ല, ഒരു കണ്ടക്ഷൻ നടക്കത്തില്ല, മെറ്റീരിയൽ ഇൻസുലേറ്റർ ആണെന്ന് പറയാം. പക്ഷെ നമ്മൾ മഗ്നീഷ്യത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടുത്തെ 3sന്റെയും 3pയുടെയും എനർജി ഏകദേശം സെയിം ആണ്. 3sന്റെയും 3pയുടെ എനർജി സെയിം ആയതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടെ അടുത്തടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടുത്തെ ഈ ഒരു ഗ്യാപ്പ് അവിടെ കാണത്തില്ല, അവർ കുറച്ചും കൂടെ അടുത്തടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്തടുത്തായിട്ട് കാണപ്പെടുന്നതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും. എനർജി ഡിഫറൻസ് ഭയങ്കര കുറവായതുകൊണ്ട് 3sന്റെയും 3pയുടെയും എനർജി ഡിഫറൻസ് ഭയങ്കര സ്മാൾ ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഒരുപാട് ദൂരെയായിട്ടല്ല കാണപ്പെടുന്നത്, അവര് അടുത്തടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 3s ബാൻഡ് കുറച്ച് മുകളിലോട്ടും 3p ബാൻഡ് കുറച്ച് ഡൗൺവേർഡ് ആയിട്ട് മൂവ് ചെയ്യും. എന്നിട്ട് അവർ രണ്ടും ഒരുമിച്ച് വന്നിട്ട് ഓവർലാപ്പ് ചെയ്യും. ഓവർലാപ്പ് ചെയ്താണ് അടുത്തടുത്താണ്, ഇങ്ങനെയായിരിക്കും അവരുടെ ഓർബിറ്റലുകൾ ഇരിക്കുന്നത്, തൊട്ടടുത്തായിട്ടായിരിക്കുന്നത്. അപ്പൊ ഈ 3sലുള്ള ഇലക്ട്രോണുകൾക്ക് 3pയിലോട്ട് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാൻ പറ്റും. സോ ഒരു ബാൻഡ് ഗ്യാപ്പും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ഒരു കണ്ടക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബാൻഡ് ഗ്യാപ്പ് അവിടെ ഉണ്ടെങ്കിൽ ഇലക്ട്രോൺസിന്, ഇപ്പം അവിടെ ഒരു ബാൻഡ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇലക്ട്രോൺസിന്, ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് ഇങ്ങനെ മോളോട് ചാടിപ്പോകാൻ ഒരുപാട് എനർജി വേണം. സോ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, അവരെ കണ്ടക്ട് ചെയ്യത്തില്ല, ഇൻസുലേറ്റർ ആയിട്ട് മാറും. സോ അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. മഗ്നീഷ്യത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ടൈറ്റ്ലി ആയിട്ടായിരിക്കും പാക്ക് ചെയ്തേക്കുന്നത്. ആറ്റം അടുത്തടുത്ത് വരുമ്പോഴത്തേക്ക് അവരുടെ ഓർബിറ്റൽ സ്ട്രോങ്ലി ഇന്ററാക്ട് ചെയ്യും, എന്നിട്ട് ഒരു വൈഡ് ബാൻഡ് ആയിട്ട് മാറും.
ഓക്കെ, ലാർജർ സ്പ്ലിറ്റിംഗ് ഓഫ് എനർജി ഓർബിറ്റലും വൈഡർ എനർജി ബാൻഡ് ഉണ്ടാവും, ഗ്രേറ്റർ ചാൻസ് ഓഫ് ബാൻഡ് ഓവർലാപ്പിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ കണ്ടക്ടർ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. സോ നമ്മൾ എന്താ നമ്മൾ നോക്കുവാണെങ്കിൽ അവരുടെ എന്താ അവരൊക്കെ ഒരു കണ്ടക്ടർ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ ബാക്കി അങ്ങനെ കാണിക്കുന്ന ആൾക്കാരാണ് ബെർലിയം. ബെർലിയം ഒരു ഇൻസുലേറ്റർ ആണ് ആവേണ്ടത്, പക്ഷെ കണ്ടക്ടർ ആണ്. മഗ്നീഷ്യം ഇൻസുലേറ്റർ ആണ് ആവേണ്ടത്, പക്ഷെ കണ്ടക്ടർ ആണ്. കാൽസ്യം ഇൻസുലേറ്റർ ആണ് ആവേണ്ടത്, പക്ഷെ കണ്ടക്ടർ ആണ്. കാരണം ഈ ഓർബിറ്റലുകളുടെ എല്ലാം ഓവർലാപ്പിംഗ് കാരണമാണ്. അതുകൊണ്ട് തന്നെ സ്ട്രോൺഷ്യം ബേരിയം സെയിം അവരുടെ ആ ഗ്രൂപ്പുകാരെല്ലാം കണ്ടക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അലൂമിനിയം ഒരു സെമി മെറ്റൽ ആണ്, സ്ട്രോങ് കണ്ടക്ടർ ആണ്. കാരണം അവരുടെ എസ് ഓർബിറ്റലും പി ഓർബിറ്റലും തമ്മിൽ മിക്സിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് കണ്ടക്ടർ ആയിട്ടാണ് അവർ ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ കണ്ടു. എന്താ നമ്മള് ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എന്താ, അക്കോർഡിംഗ് ടു ബാൻഡ് തിയറി മഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റർ ആണ്, പക്ഷെ കണ്ടക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം ഓവർലാപ്പിംഗ് ഓഫ് ഫിൽഡ് 3s ആൻഡ് empty 3p ഓർബിറ്റലാണ്. നമുക്ക് നോക്കാം. വിച്ച് സിസ്റ്റം ഡസ് വൈറ്റ് ഫോസ്ഫറസ് ബിലോങ് ടു? ക്ലോസോ, നിഡോ, അരക്കനോ, നൺ ഓഫ് ദിസ്. സോ നമ്മൾ ഇതിനകത്ത് വൈറ്റ് ഫോസ്ഫറസ് അതിന്റെ സ്ട്രക്ചർ ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. നമ്മൾ ഈ ക്ലോസോ, നിഡോ, അരക്കനോ ഒക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ ബൊറൈന്റെ കേസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് അപ്പം അത് പറയുന്നത്? നമ്മൾ ബൊറൈൻസിന്റെ ഒക്കെ അല്ലെങ്കിൽ കാർബൊറൈൻസിന്റെ മെറ്റൽ ക്ലസ്റ്ററിന്റെ ഒക്കെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എന്താ അവരുടെ സ്ട്രക്ചറിനെയാണ് നമ്മൾ ക്ലോസോ, നിഡോ, അരക്കനോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ബൊറൈനുകളെയും കാർബൊറൈനുകളെയും മെറ്റൽ ക്ലസ്റ്ററിന്റെ ഒക്കെ സ്ട്രക്ചറിനെ നമ്മൾ ക്ലോസോ, നിഡോ, അരക്കനോ, ഹൈഫോ എന്നൊക്കെ പറഞ്ഞ പല പേരുകൾ നമ്മൾ നോക്കാറുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് അവരുടെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് വെയ്റ്റ്സ് റൂൾ എന്ന് പറയുന്നത്. സോ ക്ലോസോ ആണെങ്കിൽ അത് വെച്ച് നോക്കുവാണെങ്കിൽ ക്ലോസോ ആണ് അവരുടെ സ്ട്രക്ചർ എങ്കിൽ അതിന് നമ്മൾ ബൊറൈനുകളെ Bn HN2- അല്ലെങ്കിൽ Bn HN+2 ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. നിഡോ ആണെങ്കിൽ അവരുടെ ബൊറൈനിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് Bn HN4- അല്ലെങ്കിൽ Bn HN+4 ഇങ്ങനെ വരുന്നത്. അരക്കനെ ആണെങ്കിലോ, അരക്കനെ ആയിരുന്നെങ്കിൽ Bn HN6- അല്ലെങ്കിൽ Bn HN+6 ഇങ്ങനെയായിരുന്നു അവരുടെ സ്ട്രക്ചർ വരേണ്ടത്. നമുക്ക് ബൊറൈനുകളെ അവരുടെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വെയ്റ്റ്സ് റൂൾ വഴിയാണ് അവരുടെ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നത്. സോ ബോറോണിന്റെ നമ്പരും ഹൈഡ്രജന്റെ നമ്പരും അവരുടെ ചാർജും എല്ലാം ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ അവർക്ക് ക്ലോസോ സ്ട്രക്ചർ ആയിരിക്കും. 4- അല്ലെങ്കിൽ N+4 എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നെങ്കിൽ നിഡോ സ്ട്രക്ചർ ആയിരിക്കും. N+6 അല്ലെങ്കിൽ 6- വരുന്നെങ്കിൽ അവർക്ക് അരക്കനോ സ്ട്രക്ചർ ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ ക്ലോസോ എന്ന് പറയുന്നത് നമ്മള് എന്താ ഒരു ക്ലോസ്ഡ് സ്ട്രക്ചർ ആയിരിക്കും, ഒരു ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പോളിഹീഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും വരുന്നത്. നിഡോ എന്ന് പറയുന്നത് നെസ്റ്റ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. ആ പോളിഹീഡ്രലിൽ നിന്ന് ഒരു വെർട്ടെക്സ് മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിലത്തെ ഒരു മൂല എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ സ്ട്രക്ചർ വരുന്നത്, നമ്മളിപ്പോ ഒരു ക്ലോസ്ഡ് ഒരു ബോൾ പോലെ സ്ട്രക്ചർ ആലോചിക്കോ, അതിന്റെ മുകളിൽ നിന്ന് നമ്മൾ ഒരു ചെറിയൊരു ഭാഗം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഒരു നെസ്റ്റ് പോലല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ നിഡോയുടെ സ്ട്രക്ചർ ഒരു നെസ്റ്റ് ലൈക്ക് ആയിരിക്കും. അരക്കനോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 വെർട്ടെക്സ് എടുത്ത് മാറ്റുന്നതായിരിക്കും, ഒരു സ്പൈഡർ വെബ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും വരുന്നത്. അപ്പം ഈ സ്ട്രക്ചർ ഒക്കെ കാണിക്കുന്നത് നമ്മുടെ ബൊറൈനുകളും കാർബൊറൈനുകളും മെറ്റൽ ക്ലസ്റ്ററുകളും ഒക്കെയാണ് ഈ സ്ട്രക്ചർ കാണിക്കുന്നത്. സോ ബൊറൈന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്കാണെങ്കിൽ നമ്മളിപ്പം പറഞ്ഞില്ലേ ക്ലോസോ ആണെങ്കിൽ Bn HN+2 ആണ് വരേണ്ടത്. നിഡോ ആണെങ്കിൽ Bn HN+4 ആണ് വരേണ്ടത്. അരക്കിനോ ആണെങ്കിൽ Bn HN+6 ആണ് വരേണ്ടത്. സോ ഞാൻ എക്സാമ്പിൾ എഴുതി കാണിക്കാം. എന്റെ കയ്യിൽ ഒരു ബോറോയിൻ ഉണ്ട് B5H8-. എനിക്ക് ഇതിന്റെ എണ്ണം അറിയത്തില്ല, അല്ല ഇതിന്റെ സ്ട്രക്ചർ അറിയത്തില്ല. സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ബോറോന്റെ എണ്ണത്തിനെയാണ് നമ്മൾ N എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ബോറോന്റെ എണ്ണം N=5 ആണ് ഇല്ലേ? ഹൈഡ്രജന്റെ എണ്ണത്തിന് നമ്മൾ Nന്റെ കൂടെ കിട്ടുന്ന സംഖ്യയാണ്. സോ ഇവിടെ നമ്മൾ നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഹൈഡ്രജൻ എണ്ണത്തിനോട് കൂട്ടും. അപ്പൊ ഈ സ്ട്രക്ചർ എങ്ങനെ മാറും? B5H8+1, അതായത് ഈ ഒരു നെഗറ്റീവ് ചാർജിനെ ഒന്നായിട്ട് ഇവിടെ കൂട്ടി B5H9 എന്ന് വന്നു. സോ N=5 വന്നു. ഞാൻ ഹൈഡ്രജൻ എണ്ണത്തിന് ഞാൻ M എഴുതുക. M= നമുക്ക് 9 ആണ്. സോ M- N എന്ന് പറയുന്നത് 9 - 5, അതായത് 4.
4 വരേണ്ടത്. ഹൈഡ്രജന്റെ 4 വരേണ്ടത്. 4 N+4 എന്ന് പറയുന്ന ഫോർമുലയാണ് വരേണ്ടത്. 5+4 കൂട്ടുമ്പോഴല്ലേ നമുക്ക് 9 വരേണ്ടത്. 5+4 എന്ന് പറയുന്നത് ബോറോണിന്റെ എണ്ണം 5 അതിന്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് വരുന്നത്. ഈ സ്ട്രക്ചർ കാണിക്കുന്നത് നിഡ് അല്ലേ. സോ ഇതിന്റെ സ്ട്രക്ചർ നിഡ് ആണ്. ആ ഒരു നെസ്റ്റ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും ഈ ക്ലസ്റ്ററിനുള്ളത്. ഓക്കെ ആണോ? ഇങ്ങനെയാണ് നമുക്ക് ഓരോന്നിനെ കണ്ടുപിടിക്കേണ്ടത്. അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. B4H10. B4H10. So N is equal to 4. M is equal to 10. നെഗറ്റീവ് ചാർജ് ഒന്നുമില്ല. സോ M മൈനസ് N എന്ന് പറയുന്നത് 10 മൈനസ് 4, അതായത് 6 അല്ലേ. സോ N എന്ന് പറയുന്നത് 4. 4ന്റെ കൂടെ 6 കൂടെ കൂട്ടിയാലാ 10 വരുന്നത്. N+6. N+6 കാണിക്കുന്നത് നമ്മുടെ അരക്കിനം അല്ലേ. സോ ഇയാളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അരക്കിനം. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്ട്രക്ചർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ ബേറ്റ്സ് റൂൾ വെച്ച് ഒരു വഴി പറയുന്നുണ്ട്. ബേറ്റ്സ് റൂൾ വെച്ച് പറയുന്നത് സ്കെലട്ടൺ ഇലക്ട്രോൺ പെയർസിന്റെ എണ്ണം വെച്ചിട്ട് നമുക്ക് ബൊറൈൻസിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാം. അപ്പൊ ഈ സ്കെലട്ടൺ ഇലക്ട്രോൺ പെയറിന്റെ എണ്ണം വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, ആദ്യം നമ്മൾ BH യൂണിറ്റ്, എത്രത്തോളം BH ബോറോൺ ഹൈഡ്രജൻ യൂണിറ്റ് ഉണ്ട്, ആ ഓരോ യൂണിറ്റും 2 ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. എത്രത്തോളം BH യൂണിറ്റ് ഉണ്ട്, എത്ര BH യൂണിറ്റ് ഉണ്ടോ, ബോറോൺ ഹൈഡ്രജൻ ലിങ്ക് ഉണ്ടോ, അയാള് 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാല് എത്രത്തോളം ഓരോ ഹൈഡ്രജൻ ആറ്റവും ഓരോ ഇലക്ട്രോണുകളെ കൊടുക്കുന്നുണ്ട്. ഒരു ഹൈഡ്രജൻ ആറ്റം 1 ഇലക്ട്രോണുകളെ വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിൽ ചാർജ് ഉണ്ടെങ്കിൽ, നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അത് ഒരു ഇലക്ട്രോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ ആയിട്ട് മാറുന്നുണ്ട്. സോ ഇങ്ങനെ കിട്ടിയതിനെ എല്ലാം കൂടെ നമ്മൾ ഡിവൈഡ് ബൈ 2 കൊടുക്കുകയാണെങ്കിൽ അതാണ് അതിന്റെ സ്കെലട്ടൺ ഇലക്ട്രോൺ പെയർ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ പെയറിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യത്തെ HSSTയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നേ സ്കെലട്ടൺ ഇലക്ട്രോൺ പെയറിന്റെ എണ്ണവും അതുകൊണ്ടൊക്കെ സ്ട്രക്ചർ ഓഫ് ദ ബൊറൈനും. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കെലട്ടൺ ഇലക്ട്രോൺ പെയറിന്റെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ മുമ്പേ കണ്ടുപിടിച്ച് തന്നെ നമുക്ക് ഒരെണ്ണം നോക്കാം. ബൊറൈന്റെ സ്ട്രക്ചർ സ്കെലട്ടൺ ഇലക്ട്രോൺ പെയർ വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സോ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ B2H6 ഉണ്ട്. ഇയാളുടെ സ്ട്രക്ചറും നമ്മൾ സ്കെലട്ടൺ ഇലക്ട്രോൺ പെയറും കണ്ടുപിടിക്കാൻ പോവാണ്. ആദ്യം നോക്കേണ്ടത് ഇയാൾക്ക് എത്ര BH യൂണിറ്റ് ഉണ്ടെന്ന് നോക്കണം. BH യൂണിറ്റ് ഇയാളുടെ എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം N is equal to 2 ആണ്. ബോറോന്റെ എണ്ണം 2 ആണ്. സോ BH2. ബോറോൺ വരുന്ന ഹൈഡ്രജൻ യൂണിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. കാരണം 2 ബോറോണേ ഉള്ളൂ. 2 ബോറോണിന് 2 ഹൈഡ്രജൻ ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ BH2 എന്ന് വരും. അഡീഷണൽ ഹൈഡ്രജൻ എത്ര ഉണ്ട്? 2 ഹൈഡ്രജൻ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ അഡീഷണൽ ഹൈഡ്രജൻ 4 അഡീഷണൽ ഹൈഡ്രജൻ ഉണ്ട്. 4 അഡീഷണൽ ഹൈഡ്രജൻ ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ BH യൂണിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 2 ഇലക്ട്രോണിനെയാണ്. ഇവിടെ 2 BH യൂണിറ്റ് ഉണ്ട്, 2 ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്യും, അതായത് ടോട്ടൽ 4 ഇലക്ട്രോൺ. ഒരു ഹൈഡ്രജൻ ഉണ്ട്, 4 എക്സ്ട്രാ ഹൈഡ്രജൻ ഉണ്ട്. 4 എക്സ്ട്രാ ഹൈഡ്രജൻ ഉണ്ട്. 4 അഡീഷണൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 4 ഇലക്ട്രോണുകളെയാണ് കൊടുക്കുന്നത്. സോ ടോട്ടൽ 8 ഇലക്ട്രോണുകളെ ഡിവൈഡ് ബൈ 2, ഇവിടെ നെഗറ്റീവ് ചാർജ് ഇല്ല, ഇസ് ഈക്വൽ ടു 4 എന്ന് എഴുതി. ഈ 4 ആണ് അവരുടെ എന്താ സ്കെലട്ടൺ ഇലക്ട്രോൺ പെയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു 4 ആണ്. ഓക്കെ, സ്കെലട്ടൺ ഇലക്ട്രോൺ പെയർ 4 കിട്ടിയെങ്കിൽ നമുക്കറിയാലോ 4 കിട്ടണമെങ്കിൽ അതായത് N is equal to 2 ആണ്. N is equal to 2. അപ്പൊ സ്കെലട്ടൺ ഇലക്ട്രോൺ പെയർ 4 കിട്ടണമെങ്കിൽ ഇത് ഈ 2ന്റെ കൂടെ 2 കൂടെ അല്ലേ കൂട്ടേണ്ടത്. സോ N+2. അപ്പൊ അയാളുടെ സ്ട്രക്ചർ ക്ലോസ് ആണ്. സോറി, അയാളുടെ സ്ട്രക്ചർ നിഡോ ആണ് വരുന്നത്. നിഡോ അതായത് നമ്മൾ സ്കെലട്ടൺ ഇലക്ട്രോൺ പെയർ വെച്ച് നോക്കുവാണെങ്കിൽ സ്ട്രക്ചർ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്കല്ല വരുന്നത്. സ്കെലട്ടൺ ഇലക്ട്രോൺ പെയർ കിട്ടുവാണെങ്കിൽ N+1 ആണ് നമുക്ക് കിട്ടുന്നെങ്കിൽ ക്ലോസോ, N+2 ആണെങ്കിൽ നിഡോ, N+3 ആണെങ്കിൽ ഹരക്കിനോ, N+4 ആണെങ്കിൽ ഹൈഫോ. ഇങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്. സോ നമുക്ക് ഇവിടെ കിട്ടിയത് N+2 ആണ്. സോ അയാളുടെ സ്ട്രക്ചർ നിഡോ ആണ് വരുന്നത്. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞാല് D5H11. സോ ഇയാളെ നമ്മൾ BH യൂണിറ്റുകളായിട്ട് എഴുതുവാണെങ്കിൽ BH5 അഡീഷണൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 6 ആണ്.
സോ BH യൂണിറ്റ് എന്ന് പറയുന്നത് 5 യൂണിറ്റ് 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. സോ മൊത്തത്തിൽ 10 ഇലക്ട്രോൺ. അഡീഷണൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 6 ഹൈഡ്രജൻ, അത് 6 ഇലക്ട്രോണിനെ കൊടുക്കും. ടോട്ടൽ നെഗറ്റീവ് ചാർജ് 16 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 8 ആണ് അതിന്റെ സ്കെലട്രോൺ ഇലക്ട്രോൺ പെയർ. സോ N is equal to 5. ബോറോണിന്റെ എണ്ണം 5 ആണ്. N is equal to 5. സോ 5 പ്ലസ് 5ന്റെ കൂടെ 3 കൂട്ടിയാലാണ് 8 കിട്ടുന്നത്. സോ N plus 3 എന്ന് പറയുന്നത് അരക്കനമാണ്. അരക്കനോ, അപ്പൊ അയാളുടെ സ്ട്രക്ചർ വരുന്നത് അരക്കനമാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ കാർബോറൈഡിന്റെ സ്ട്രക്ചർ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നത് മറ്റേതിനെക്കാട്ടി. അപ്പൊ നമുക്ക് നോക്കാം കാർബോറൈഡിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. കാർബോറൈൻ എന്ന് പറഞ്ഞാൽ ബോറോൺ ആറ്റത്തിനകത്ത് കാർബൺ സ്പീഷീസ് വരുമ്പോഴാണ് നമ്മൾ കാർബോറൈനുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് കാർബോറൈൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. C2B7H11. ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കാർബോറൈൻ എന്ന് വെച്ചാൽ അത് കാർബൺ ആറ്റത്തിനെ നമ്മൾ ബോറോൺ BH യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബൺ ഫാമിലിയിൽ കാർബണിനകത്ത് 4 ഇലക്ട്രോൺ ഉള്ളത്. ബോറോണിനകത്ത് 3 ഇലക്ട്രോൺ ആണ്. അതായത് ബോറോണിനെക്കാട്ടി 1 ഇലക്ട്രോൺ കൂടുതലാണ് കാർബണിന്. അതായത് ഒരു ബോറോണിന്റെ കൂട് 1 ഇലക്ട്രോണോടെ കൂടണം. ഒരു H കൂടെ കൂടുമ്പോഴാണ് ബോറോണിന്റെ കാർബണിന്റെ സ്പീഷീസ് ആയിട്ട് ബോറോൺ മാറുന്നത്. സോ ഒരു കാർബൺ വരുമ്പോഴത്തേക്ക് ഒരു BH യൂണിറ്റ് ആണ് അതിന്റെ അർത്ഥം. അതായത് കാർബൺ ഫാമിലി എല്ലാരെയും വെച്ച് നോക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു BH യൂണിറ്റ് ആണ്. സോ നമ്മൾ കാർബണിനകത്ത് കാർബൺ എന്ന് പറയുന്നത് ഒരു BH യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മളത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. എക്സാമ്പിൾ ഞാനിപ്പോൾ എഴുതിയേക്കുന്ന കാർബോറൈൻ C2B7H11. അതിനകത്ത് നമ്മൾ കാർബൺ 2 എണ്ണം ഉണ്ട്. ഒരു കാർബൺ നമ്മൾ ഒരു BH യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ C2B7H11 ആണ് നമ്മുടെ സ്പീഷീസ്. ഒരു കാർബൺ എന്ന് വെച്ചാൽ ഒരു BH യൂണിറ്റ് ആണ്. 2 കാർബൺ ഉണ്ട്. സോ BH ടോയ്സ് എന്ന് വരും, B7H11 എന്ന് വരും. സോ BH ടോയ്സിന് നമുക്ക് B2H2B7H11 എന്ന് എഴുതാലോ. ഒരേ സ്പീഷീസിനെ കൂട്ടാം. ബോറോൺ 2 7 9, 11 2 13, H13 ഉണ്ട്. സോ ഇങ്ങനെ നമുക്ക് സ്ട്രക്ചർ കണ്ടുപിടിക്കാം. ഇങ്ങനെ കിട്ടിയിട്ട് ശേഷം നമുക്ക് മറ്റേ N+2 റൂൾ വെച്ചിട്ടോ N+1 N+2 N+3 റൂൾ വെച്ചിട്ടോ ഒക്കെ നമുക്ക് സ്ട്രക്ചർ കണ്ടുപിടിക്കാം. സോ ഇയാളുടെ സ്ട്രക്ചർ നമുക്ക് സ്കെലട്ടൺ ഇലക്ട്രോൺ പെയർ വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? എത്ര കിട്ടും? സോ BH യൂണിറ്റ് എത്ര BH യൂണിറ്റ് ഉണ്ട്? ഇയാളെ എങ്ങനെ BH യൂണിറ്റ് ആയിട്ട് എഴുതാം? B9 H10 H13. സോ B9 Hനകത്തുനിന്ന് 9 ഹൈഡ്രജൻ പോയി കഴിയുമ്പോൾ ബാക്കി 4 ഹൈഡ്രജൻ, എക്സ്ട്രാ 4 ഹൈഡ്രജൻ ഇല്ലേ? അപ്പൊ BH യൂണിറ്റ് എന്ന് പറയുന്നത് 9 യൂണിറ്റ് 2 ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്യും, 18 ഇലക്ട്രോൺ. എക്സ്ട്രാ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 4, നെഗറ്റീവ് ചാർജ് ഒന്നും ഇല്ല. സോ 18 + 4 എന്ന് പറയുന്നത് 22, 22/2 എന്ന് പറയുന്നത് 11. ഇവിടെ നമ്മുടെ B എന്ന് പറയുന്നത് N എന്ന് പറയുന്നത് 9 ആണ്. സോ 9 + 3 ആണ് നമുക്ക് 11 കിട്ടുന്നത് അല്ലേ? അതായത് N+3, സോറി 9 + 2 ആണ് 11 കിട്ടുന്നത്. അപ്പൊ N+2, അതായത് അയാളുടെ സ്ട്രക്ചർ നീഡമാണ് നമുക്ക് കിട്ടിയ സ്ട്രക്ചർ. ഇനി നമുക്ക് കാർബോറൈനുകളുടെ സ്ട്രക്ചർ കണ്ടുപിടിക്കാം. സോ കാർബോറൈനുകൾ വരുവാണെങ്കിൽ, കാർബോറൈൻ മാത്രമല്ല കാർബണിന്റെ ഏത് ഫാമിലി, ഇപ്പം കാർബൺ പകരം നമ്മളിപ്പോ പറഞ്ഞ P4 എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ, P4H9 B10 ഇങ്ങനെ ഒരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ ഫോസ്ഫറസ് അല്ല, കാർബണിന്റെ കൂടെ സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ് ഏത് വന്നാലും അതൊരു BH യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ നൈട്രജൻ ഫാമിലിയാണ് വരുന്നതെങ്കിൽ, നൈട്രജൻ സ്പീഷീസിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത് BH2 ആണ്. കാരണം ബോറോണിനോട് സിമിലർ ആയിട്ട് വരുന്നത്, ബോറോണിനെക്കാട്ടി 2 ഇലക്ട്രോൺ കൂടുതലാണ് നൈട്രജൻ ഫാമിലിക്ക്. സോ അതിപ്പോ ബോറോൺ കൂടി 2 ഇലക്ട്രോൺ ഒക്കെ കൂടിയണം. അതുകൊണ്ട് BH2. അപ്പൊ നൈട്രജന്റെ ഏതെങ്കിലും ഫാമിലി വേണമെങ്കിൽ നമ്മൾ BH2 ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഓക്സിജന്റെ ഏതെങ്കിലും ഫാമിലി വരുവാണെങ്കിൽ BH3 ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈറ്റ് ഫോസ്ഫറസ് ഏതുമായിട്ടാണ് ബിലോങ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം വൈറ്റ് ഫോസ്ഫറസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് P4 ആണ്.
P4 നമ്മൾ പറഞ്ഞില്ലേ, ഫോസ്ഫറസ് എന്ന് പറയുന്ന നൈട്രജൻ ഫാമിലിയാണ്. ഒരു BH2 യൂണിറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. 4 ഫോസ്ഫറസ്, BH2 ടോയ്സ് 4 എന്ന് വരും. അപ്പൊ B4H8, B4H8 എന്ന് വരും. സ്ട്രക്ചർ കണ്ടുപിടിക്കാലോ. സ്കെലറ്റൺ ഇലക്ട്രോൺ പെയർ എന്ന് പറയുമ്പോൾ BH 4 ടൈംസ്, 4 പോയ അഡീഷണൽ 4 ഹൈഡ്രജൻ. സോ BH യൂണിറ്റ് എന്ന് പറയുന്നത് 4 × 2 8, അഡീഷണൽ ഹൈഡ്രജൻ 4, 8 4 12, ഡിവൈഡ് ബൈ 2 6, n = 4. അപ്പൊ 4 + 2 ആണ് 6, അതായത് n + 2 നിഡോ. സോ സ്ട്രക്ചർ വരുന്നത് നിഡോ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയല്ലോ, നിഡോ ആണ് സ്ട്രക്ചർ വരുന്നത്. ഇത് HSST കെമിസ്ട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. പ്രീവിയസ് 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് സിസ്റ്റം ഡസ് വൈറ്റ് ഫോസ്ഫറസ് ബിലോങ് ടു. ഇത്രയും വേണം. നിങ്ങൾക്ക് ഇതിപ്പോ അറിയാമെങ്കിൽ പെട്ടെന്ന്, ഞാൻ പിന്നെ എന്താ കോൺസെപ്റ്റ് കൂടെ പറഞ്ഞു വന്നോണ്ടാണ് ഇത് ഇത്രയും പറയേണ്ടി വന്നത്. പെട്ടെന്ന് കണ്ടുപിടിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഈ ഫോൾഡ് വെർട്ടിസസ് ഓഫ് ദ ഡെൽറ്റാഹിഡ്രൺ ആർ ഒക്യുപ്പൈഡ്. The structure is called closo. Identify closo structure of boron hydride from the given below option. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനാണ്. PSC MSc കെമിസ്ട്രി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നേ. തന്നിരിക്കുന്ന 4 ഓപ്ഷനാണ്. ക്ലോസോ സ്ട്രക്ചർ കാണിക്കുന്ന ആരാണ് ചോദിച്ചേക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ക്ലോസോ സ്ട്രക്ചർ കാണിക്കുന്ന ആരാണ്. അപ്പൊ നോക്കി, ഇതിനകത്ത് 4 ബൊറൈനുകളെ തന്നിട്ടുണ്ട്. ഡെക്കാബൊറൈന്, ഹെക്സാബൊറൈന്, ഹെപ്റ്റാബൊറൈൻ, ഒക്ടാബൊറൈൻ എന്നൊക്കെ പറഞ്ഞ് 4 എണ്ണത്തെ തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഡെക്കാബൊറൈൻ. ഡെക്കാബൊറൈൻ എന്ന് പറഞ്ഞാൽ എന്താ, 4 ഡെക്ക എന്ന് പറഞ്ഞാൽ 10 നമുക്കറിയാം അല്ലേ. അപ്പൊ B10. സോ അതിന്റെ ബ്രാക്കറ്റിലേക്ക് തന്നേക്കുന്നത് അപ്പൊ ഹൈഡ്രജൻ ആറ്റം ആയിരിക്കും B14, H14. സോ നമുക്ക് സ്കെലറ്റൽ ഇലക്ട്രോൺ പെയർ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞേക്കുന്നു N+1 വന്നാൽ ക്ലോസോ, N+2 വന്നാൽ നിഡോ, N+3 വന്നാൽ അരക്കിനോ, അങ്ങനെ പോകണം. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് നോക്കുവാണെങ്കിൽ BN HN+2 വരുവാണെങ്കിൽ ക്ലോസോ, HN+4 വരുവാണെങ്കിൽ നിഡോ, HN+6 വരുവാണെങ്കിൽ അരക്കിനോ. നമുക്ക് ഡയറക്റ്റ് നോക്കാം. N = 10, M = 14. 14 - 10 എന്ന് പറയുന്നത് 4. അതായത് N+4 എന്ന് പറയുന്നത് HN+4 എന്ന് പറയുന്നത് നമ്മുടെ നിഡോ സ്ട്രക്ചറാണ്. അപ്പം ഈ ഫസ്റ്റ് വൺ അല്ല, നിഡോ സ്ട്രക്ചർ അല്ല, ഫസ്റ്റ് വണ്ണിന്റെ സ്ട്രക്ചർ അല്ല. സോ നമുക്ക് അടുത്ത ആളെ നോക്കാം. അടുത്ത വന്നേക്കുന്നത് ഹെക്സാബൊറൈൻ. ഹെക്സാബൊറൈൻ ആകുമ്പോൾ നമുക്ക് സ്ട്രക്ചർ എങ്ങനെ വരും. ഹെക്സാബൊറൈൻ ആകുമ്പോൾ 6 ബൊറൈനും ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് H10 ആണെന്ന് ഇല്ലേ. അപ്പൊ N = 6, M = 10. M - N എന്ന് പറയുന്നത് 10 - 6 = 4. അതായത് നിഡോ. N+4 നിഡോ. ഇതും നിഡോയാണ് കിട്ടിയത്. ഇനി മൂന്നാമത് നമുക്ക് നോക്കാം. മൂന്നാമത് വന്നേക്കുന്ന ആരാ, ഹെപ്റ്റാബൊറൈൻ ആണ്. ഹെപ്റ്റാബൊറൈൻ ആകുമ്പോൾ സിമ്പിൾ അല്ലേ, ഹെപ്റ്റാബൊറൈൻ ആണ് വന്നേക്കുന്നത്. ഹെപ്റ്റാബൊറൈൻ 7, ബ്രാക്കറ്റ് ഹൈഡ്രജൻ 9 തന്നിട്ടുണ്ട്. അപ്പൊ സ്ട്രക്ചർ കണ്ടുപിടിക്കാലോ. B7H9, N = 7, M = 9, 9 - 3 7, 2, N+2. N+2 വരുന്നത് ക്ലോസോ ആണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ സ്കെലറ്റൺ ഇലക്ട്രോൺ പെയർ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ട് കൺഫ്യൂഷൻ ആയത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഒരു റൂൾ അങ്ങ് എടുത്താൽ മതി കേട്ടോ. വെയ്റ്റ്സ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ സ്കെലറ്റൺ ഇലക്ട്രോൺ പെയർ പറയുന്നത്. ഇതിന്റെ സ്കെലറ്റൺ ഇലക്ട്രോൺ പെയർ റൂൾ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ BH7, ഹൈഡ്രജൻ എക്സ്ട്രാ ഉള്ളത് 2. സോ ഒരു BH യൂണിറ്റ് കൊടുക്കുന്നത് 7 BH യൂണിറ്റ് ഉണ്ട് 2 ഇലക്ട്രോൺ വെച്ചിട്ട്, അതായത് 14. എക്സ്ട്രാ ഉള്ള ഹൈഡ്രജൻ 2. സോ 14 + 2 എന്ന് പറഞ്ഞാൽ 16. 16/2 എന്ന് പറഞ്ഞാൽ 8. ഇത് 7 വന്നത്. സോ 7+1 ആണ് 8 വരുന്നത്, അതായത് N+1, അതായത് ക്ലോസോ വരും. സോ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്, ഹെപ്റ്റാബൊറൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ കാർബൊറൈൻ വിച്ച് അനലോഗസ് ടു ദ ബൊറൈൻ B6H62-. B6H62- അനലോഗസ് ആയിട്ടുള്ള ഏത് കാർബണാണ് താഴെ കൊടുത്തേക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. B6H62-. അതിനെ നമുക്ക് എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് നമുക്ക് ഹൈഡ്രജൻ എന്നോട്ട് എഴുതിക്കൂടെ. സോ 2 നെഗറ്റീവ് ചാർജ്. സോ B6H8 ആണ് തന്നേക്കുന്നത്. ഒരു കാർബൺ എന്ന് പറയുന്നത് ഒരു BH യൂണിറ്റ് ആണ്.
സോ ആദ്യത്തെ കാർബറൈൻ എഴുതി വെക്കാം B4C2H6. B4C2 ഒരു BH യൂണിറ്റ് ആണ്. ചോയ്സ് 2 കാർബൺ ഉണ്ട്, H6. അപ്പൊ നമുക്ക് ഇയാളെ എങ്ങനെ എഴുതാം? B4 രണ്ട് ബോറോ, ഇത് ഇയാൾ ഇങ്ങനെ തന്നെ എഴുതാം, B4 B2 H2 H6. ഇയാളെ അപ്പം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ബോറോൺ ടോട്ടൽ 6, ഹൈഡ്രജൻ ടോട്ടൽ 8. കിട്ടിയില്ലേ? B8 6 ഇങ്ങനെ കിട്ടി. സോ ഇത് നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. സോ ഇത്ര സിമ്പിൾ ആയിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്.